ഈ വ്യാഴാഴ്ച ഗ്രാൻഡ് വേൾഡ് വൈഡ് റിലീസായി ടർബോ തിയേറ്ററുകളിലെത്തുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ചിത്രം ബോക്സ് ഓഫീസിൽ എത്ര കോടി കളക്ഷൻ നേടുമെന്നായിരിക്കും. മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ബോക്സ് ഓഫീസിൽ തുടർച്ചയായി പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കപ്പെട്ട വർഷമാണ് 2024. ഈ വർഷം തുടങ്ങി 6 മാസം ആവുമ്പോഴേക്കും 4 മലയാള ചിത്രങ്ങളാണ് ഇതിനോടകം 100 കോടി ക്ലബിൽ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി മാസ് എഡിറ്റർ ജനറൽ ടർബോ തിയേറ്ററുകളിലെത്തുമ്പോൾ എല്ലാവരുടെയും കണ്ണ് 100 കോടി ക്ലബിൽ തന്നെയാണ്. ബോക്സ് ഓഫീസ് കണക്കുകൾ പറയുമ്പോൾ ടർബോയ്ക്ക് പ്രധാനമായും തകർക്കേണ്ടത് ഇൻഡസ്ട്രി ഹിറ്റ് ചിത്രം മഞ്ഞുമൽ ബോയ്സിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ തന്നെ. 242 കോടി രൂപയാണ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ആകെ നേടിയിരിക്കുന്നത്. നിലവിൽ ഹയസ്റ്റ് വേൾഡ് വൈഡ് മലയാളം ഗ്രോസറി ലിസ്റ്റിൽ 1-ാം സ്ഥാനത്തുള്ളത് മഞ്ഞുമൽ ബോയ്സ് ആണ്. 2-ാം സ്ഥാനത്ത് 175 കോടി രൂപയുമായി 2018-ഉം 3-ാം സ്ഥാനത്ത് 158 കോടിയുമായി ആടുജീവിതവും 4-ാം സ്ഥാനത്ത് 156 കോടിയുമായി ആവേശവുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ടർബോയുടെ പ്രധാന ടാർഗറ്റ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 150 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുക എന്നത് തന്നെയാണ്. ചിത്രത്തിന് അതിനുള്ള കാലിബർ ഉണ്ടെന്നാണ് ഇൻസൈഡ് റിപ്പോർട്ട്സ്. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ അടുത്ത 150 കോടി ചിത്രവും മമ്മൂക്കയുടെ കരിയറിലെ ആദ്യ 150 കോടി ചിത്രവും ടർബോ ആവുമെന്നാണ് എല്ലാവരെയും പ്രതീക്ഷ. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ.